മഞ്ഞക്കടമ്പൻ തിങ്കളാഴ്ച ആഘോഷമായ നാമനിർദ്ദേശ പത്രിക സമർപ്പണമാണോ? ഏതായാലും തിങ്കളാഴ്ച നിലമ്പൂരിലേക്ക് എത്തിച്ചേരാൻ പാർട്ടി നേതാക്കൾക്ക് അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെയും അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു. ഇന്നാണ് നിലമ്പൂരിൽ നിന്ന് തിരിച്ചു പോകുന്നത്. തിങ്കളാഴ്ച ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തുന്നുണ്ട്. നോമിനേഷൻ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനവും ഞങ്ങളുടെയൊക്കെ ആഗ്രഹവും. അത് തിങ്കളാഴ്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് 100% ഞങ്ങൾ കരുതുന്നത്. ആഘോഷമാണോ അല്ലയോ എന്നൊക്കെ ഞങ്ങൾ തിങ്കളാഴ്ച ഞങ്ങൾ പറയാം. ഏതായാലും ഇവിടെ പറഞ്ഞല്ലോ, ഈ ശ്രീ PV അൻവറിനോട് ഇവിടുത്തെ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ UDF-ഉം വഞ്ചന കാണിച്ചിരിക്കുന്നു. രണ്ടുപേരും കൂടി അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇവിടെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെ നല്ലൊരു ജനപ്രതിനിധിയെ അല്ലെങ്കിൽ നിലമ്പൂരിന് നഷ്ടപ്പെടരുത് എന്നുള്ള അവിടുത്തെ സാധാരണക്കാരുടെ വികാരമാണ് അദ്ദേഹത്തെ മത്സരരംഗത്തേക്ക് വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത്. യാതൊരു സംശയവും വേണ്ട. ഇവിടുത്തെ 2 സ്ഥാനാർത്ഥികൾ നമുക്കറിയാം. ആര്യൻ ഷൗക്കത്തിനെ കുറിച്ച് ഞാൻ കുറ്റം പറയുന്നില്ല. ശ്രീ PV അൻവർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ അവിടുത്തെ നമുക്കറിയാം നമ്മുടെ സ്വരാജ് അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം കഴിഞ്ഞ ശബരിമല സ്ത്രീകളെ കയറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ശാഠ്യം പിടിച്ചുകൊണ്ട് ആ പരിപാവനമായ ശബരിമലയെ അപമാനിക്കുവാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ച ആളാണ് സ്വരാജ്. അവിടുത്തെ ഹൈന്ദവ സമൂഹം അദ്ദേഹത്തിന് വോട്ട് ചെയ്യില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, നമുക്ക് അവിടുത്തെ UDF സ്ഥാനാർത്ഥിയായിരിക്കുന്ന അദ്ദേഹത്തിനും നിരവധിയായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇത് ആ ആളുകളൊക്കെ അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള അല്ലെങ്കിൽ അസ്വസ്ഥതയുള്ള ആളുകളൊക്കെ ശ്രീ PV അൻവറെ വിളിച്ചുകൊണ്ട് ശക്തമായ പിന്തുണ കൊടുത്തിട്ടുണ്ട്. യാതൊരു സംശയമില്ല. സാമുദായിക നേതാക്കന്മാർ ശ്രീ PV അൻവറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ സാധാരണ ജനങ്ങൾ ശ്രീ PV അൻവറിനൊപ്പം അണിചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മത്സരിക്കുകയും ചെയ്യും. അദ്ദേഹം എനിക്ക് തോന്നുന്നു നിലമ്പൂരിൽ അത്ഭുതം സൃഷ്ടിക്കും, യാതൊരു സംശയവുമില്ല. നിലമ്പൂരിൻ്റെ ജനപ്രതിനിധിയായി അല്ലെങ്കിൽ നിലമ്പൂരിൻ്റെ സുൽത്താനായി വീണ്ടും ശ്രീ PV അൻവർ തന്നെ അവിടെ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടി ഞങ്ങൾ TMC പ്രവർത്തകർ അവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിചേർന്നുകൊണ്ട് എണ്ണയിട്ട യന്ത്രം പോലെ വരും ദിവസങ്ങളിൽ പ്രവർത്തിക്കും. സാധാരണക്കാരൻ്റെ ജനപ്രതിനിധിയായ ശ്രീ PV അൻവർ വീണ്ടും അവിടെ തിരഞ്ഞെടുക്കപ്പെടും, സംശയം വേണ്ട. ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 2 കൂട്ടത്തിലും അദ്ദേഹത്തിനെ ചതിച്ചു. അദ്ദേഹം ഒരു ശരിക്കു വേണ്ടി അല്ലെങ്കിൽ ഇവിടുത്തെ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തിക്കൊണ്ട് രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന് കൈകൊടുക്കാൻ, അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാൻ, അദ്ദേഹത്തിന് പ്രോത്സാഹനം കൊടുക്കുവാൻ ഇവിടുത്തെ UDF അപ്പൊ എന്തായാലും ആ വാർത്ത ബ്രേക്ക് കൊടുക്കാവുന്നതാണെന്ന് തോന്നുന്നു. സജീവ് മഞ്ഞക്കടമ്പൽ എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് ഇന്ന് അൻവറിനൊപ്പം വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന ആൾ സ്ഥിരീകരിക്കുകയാണ്. PV അൻവർ മത്സരിക്കാൻ പോകുന്നുണ്ട്. തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും